സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഡീറ്റെയിൽഡ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കെവിൻ ആണെങ്കിൽ ശാരികയെ കാണണമെന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ഈ സമയം ശാരികയാണെങ്കിൽ അത് ദേവികയോട് പറയുന്നുണ്ട്. ഇനിയിപ്പോ അവനധികം സംശയം തോന്നണ്ട, ചെല്ലാനായിട്ട് പറയുന്നു. ശേഷം ശാരിക പോയി കഴിയുമ്പോൾ ദേവികയ്ക്കാണെങ്കിൽ എന്തൊക്കെയോ പന്തികേട് തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ അവൾ മാധവനോട് പറയുന്നുണ്ട്, ശാരികയോട് കെവിനോ ഇസബല്ലയോ എന്തെങ്കിലും സംശയങ്ങൾ തോന്നി തുടങ്ങിയാൽ ആകെ പണി പാളും. നമ്മുടെ ശാരിയുടെ ജീവന് തന്നെ അത് ആപത്താണ്. ഒന്നും ചെയ്യാൻ മടിക്കാത്ത കൂട്ടങ്ങളാണ് ഈ കെവിനും ഇസബല്ലയും എന്നൊക്കെ ദേവി പറയുന്നു. മാധവനും അത് കേൾക്കുമ്പോൾ ടെൻഷൻ ആവുകയാണ്. അങ്ങനെ ശാരികയാണെങ്കിൽ കെവിനെ കാണാനായി എത്തുന്നുണ്ട്. ഈ സമയം കെവിനാണെങ്കിൽ നമുക്ക് കുറച്ചു നേരം എവിടെയെങ്കിലും പ്രൈവസിയോട് കൂടിയിട്ട് ഇത് സംസാരിച്ചോടെ എന്നിങ്ങനെ ചോദിക്കുക. അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ കെവിൻ ചേട്ടാ എന്നിങ്ങനെ ശാരിക ചോദിക്കുമ്പോൾ ഉണ്ടെന്നേ, നമുക്ക് എന്റെ വീട്ടിലേക്ക് പോയാലോ, അവിടെ അപ്പനും അമ്മയും എല്ലാവരും ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ശാരികയാണെങ്കിൽ മനസ്സോട് കൂടിയിട്ട് അത് സമ്മതിക്കുകയാണ്. അങ്ങനെ കെവിനാണെങ്കിൽ ശാരികയുമായിട്ട് പോകുന്നത് ഇസബല്ലയുടെ വീട്ടിലേക്കാണ്. കെവിന്റെയും ഇസബല്ലയുടെയും ചതി വലയത്തിൽ ശാരിക വീണിരിക്കുന്നു. അങ്ങനെ ഇതെന്താ ഇവിടെ, ഇതാണ് വീട്, ഇറങ്ങിക്കോ. ശാരികയാണെങ്കിൽ അകത്തേക്ക് പോകുമ്പോൾ കാണുന്നത് ഇസബല്ലയാണെങ്കിൽ ശാരികയോട് ആഹാ വരൂ, മേഡത്തെ വെയിറ്റ് ചെയ്തിരിക്കുന്നൊക്കെ പറയുമ്പോൾ ഇതെന്താ കെവിൻ ചേട്ടാ ഇവളുടെ അടുത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. എന്താ ശാരി, ഇസബല്ലയെ നിനക്ക് ഇഷ്ടമല്ലേ? അങ്ങനെ കെവിന്റെയും ഇസബല്ലയുടെയും ചതി ശാരികയ്ക്ക് മനസ്സിലാവുകയാണ്. കെവിനോട് ശാരിക പറയുന്നുണ്ട്, എനിക്കിപ്പോ എന്റെ വീട്ടിലേക്ക് പോകണം, എന്നെ ഇവിടെ നിന്നും കൊണ്ടുവാക്കുന്നൊക്കെ. അതിന്റെ ആവശ്യമില്ലെന്നേ, അവിടെ നിൽക്ക്, ചോദിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇസബല്ലയാണെങ്കിൽ കയ്യിൽ കയറി പിടിക്കുകയാണ്. എന്തായാലും ശാരിക ട്രാവലായിട്ടുണ്ട്. ശേഷം ദേവികയാണെങ്കിൽ ശാരികയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ്, ഫോണ് റിങ് പോലും ചെയ്യുന്നില്ല. അവൾക്ക് മനസ്സിലാവുകയാണ് ശാരികയ്ക്ക് എന്തോ ആപത്ത് സംഭവിച്ചു എന്ന്. അങ്ങനെ പ്രകാശ് ആണെങ്കിൽ മറ്റൊരു കളിയാണ് നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ദേവികയുടെ അനിയത്തി ശാരികയെ ഋഷിയോട് കല്യാണം കഴിക്കാനായിട്ട് പറയുന്നു. അങ്ങനെയാകുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാകുമെന്നൊക്കെ. ഇതൊക്കെ കേട്ട് ഋഷിയാണെങ്കിൽ അത് സമ്മതിച്ച മട്ടിലൊക്കെയാണ്. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പ്രൊമോ അവസാനിക്കുന്നത്. കാത്തിരിക്കാം ഇന്നത്തെ എപ്പിസോഡിനായിട്ട്.